രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും പ്രബുദ്ധതയുടെയും ശബ്ദമായി ഗ്യാൻ ഭാരതം മിഷൻ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര ഗ്യാൻ ഭാരതം സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 1 കോടിയോളം കയ്യെഴുത്ത് പ്രതികളുടെ ശേഖരം രാജ്യത്തുണ്ടെന്നും നമ്മുടെ പൂർവികർ ശാസ്ത്രത്തിലും അറിവിലും പഠനത്തിലും എത്രത്തോളം സമർപ്പിതരായിരുന്നുവെന്ന് വെളിവാക്കുന്നതാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. इनोवेशन, तीसरा एडिशन और चौथा एडेप्टेशन। साथियों, अगर मैं प्रिजर्वेशन की बात करूं तो आप जानते हैं हमारे यहां सबसे प्राचीन ग्रंथ वेदों को भारतीय संस्कृति का आधार माना गया है। वेद सर्वोपरि है। पहले वेदों को श्रुति के आधार पर अगली पीढ़ी को दिया जाता था और हजारों वर्षों तक वेदों को बिना किसी त्रुटि के ऑथेंटिसिटी के साथ प्रिजर्व किया गया। हमारी इस परंपरा का दूसरा पिलर है इनोवेशन। हमने आयुर्वेद ഇന്ത്യ ഒരു ജീവപ്രവാഹമാണെന്നും ആശയങ്ങളാലും മൂല്യങ്ങളാലുമാണ് അത് രൂപപ്പെട്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാംസ്കാരികവും സൃഷ്ടിപരവുമായ വ്യവസായങ്ങൾക്ക് ആഗോളതലത്തിൽ $2.5 ട്രില്യൺ മൂല്യമുണ്ട്. ഡിജിറ്റൽ രൂപത്തിലാക്കപ്പെട്ട കയ്യെഴുത്ത് പ്രതികൾ ബൃഹത്തായ ഡാറ്റാ ബാങ്കാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ചടങ്ങിനോടനുബന്ധിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഗ്യാൻ ഭാരതം പോർട്ടൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഗ്യാൻ ഭാരതം അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിച്ച അപൂർവ കയ്യെഴുത്ത് പ്രതികളുടെ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിച്ചു. കയ്യെഴുത്ത് പ്രതികളിലൂടെ ഇന്ത്യയുടെ വിജ്ഞാന പൈതൃകം വീണ്ടെടുക്കൽ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന 3 ദിവസം നീണ്ട പരിപാടി ഇന്ന് അവസാനിക്കും. പുരാതന കയ്യെഴുത്ത് പ്രതികളിലൂടെയും എഴുത്തോലകളിലൂടെയും രാജ്യത്തിന്റെ വിജ്ഞാന പൈതൃകം സംരക്ഷിക്കുകയും അവയെ ഡിജിറ്റൽ വൽക്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം നടത്തുന്നത്. ഇന്ത്യയുടെ സമാനതകളില്ലാത്ത കയ്യെഴുത്തു പ്രതി സമ്പത്ത് പുനരുജ്ജീവിപ്പിക്കുന്നതിനായി പ്രമുഖ പണ്ഡിതർ, സംരക്ഷകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്.